എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ വരാനുള്ള ഏറ്റവും വലിയ കാരണം മറ്റുള്ള ആളുകളെ ആശ്രയിക്കുക എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. അതായത് എൻ്റെ അച്ഛനെയും അമ്മയെയും ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിച്ചൊരു വ്യക്തിയാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരെ ആയാലും പുറമേയുള്ള ആണെങ്കിലും മിത്രങ്ങൾക്കിടയിലാണെങ്കിലും അതുപോലെ കൂട്ടുകാരികൾ അവരെയൊക്കെ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജീവിതം ഏറ്റവും തികഞ്ഞ പരാജയമായി മാറും. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, ബന്ധുക്കള്, കൂട്ടുകാരികള്, നാട്ടുകാര്, ഇവരൊക്കെ അടങ്ങുന്ന ഒരു വട്ടം അല്ലെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ അതിനെയാണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുക. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ ഒരു വ്യക്തികളും ജീവിതത്തിൽ രക്ഷപ്പെടില്ല. അപ്പം എൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തൊഴിൽ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ വിട്ടു നിൽക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളവരാണ്. നമ്മുടെ വീട് വിട്ടു നിൽക്കാൻ ഇന്ന് നമ്മൾ കാലത്ത് പോയി ഇടയ്ക്കെങ്കിലും വന്നിട്ട് അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മായിയെയും ഭാര്യയെയും കുട്ടികളെയും കാണണം എന്നുള്ളൊരു ഒരു മോഹം, അല്ലെങ്കിൽ അതൊരു തരം അടിമ മനോഭാവം. കാരണം ഈ പറയുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് അന്യനാടുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ സംസ്ഥാനം വിട്ടിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകൾ, ഇന്ത്യക്ക് അകത്ത് പല സ്റ്റേറ്റുകളിലായിട്ട് പോയി പണിയെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, വ്യവസായം ചെയ്യുന്ന ആളുകൾ, അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ GCC കൺട്രിയിലായാലും യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, വ്യവസായികൾ ഒക്കെ രക്ഷപ്പെടും. കാരണം നമ്മുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് നമുക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയാൽ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു 10-30 വർഷത്തിന് മുമ്പ് പ്രീ ഡിഗ്രി തോറ്റു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ 3 പ്രിയപ്പെട്ടവരെ മരണം കാരണം ഞാനൊരു ഡിപ്രഷൻ പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ച് ബൈപ്പോളർ ഡിസോർഡർ എന്ന രോഗത്തിന് അടിമയായി മാറി. അത് ബ്രേക്ക് ചെയ്യാനും എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഞാൻ 5 കൊല്ലത്തോളം ഗൾഫിൽ വർക്ക് ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട്, ആ ഗൾഫിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു ജോലിക്ക് കാലത്ത് പോകണമെങ്കിൽ മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതായത് കാലത്തോണ്ട് എഴുന്നേറ്റിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര തടസ്സമാവുക. ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ കൃത്യമായിട്ട് ജോലി ചെയ്യും. പക്ഷെ അങ്ങോട്ട് പോകാൻ ഉള്ളൊരു ഭയം, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ ഒന്ന് ഫ്രഷ് ആവാനുള്ളൊരു മടി എന്നും പറയാം. അതിനപ്പുറത്ത് ഒരു മോർണിംഗ് സിക്നസ് എന്ന് അതിനെ പറയും. ആ സിക്നസ് നമുക്ക് വിട്ട് നേരം വെളുത്ത് ഒരു സൂര്യൻ ഉദിക്കണേക്കാളും, അതായത് 6:15-6 മണിക്ക് ശേഷമാണ് സാധാരണ സൂര്യൻ ഉദിക്കുക. അത് പല ടൈമിലാവുക. അപ്പോൾ ഒരു 5:45 എനിക്ക് പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് വ്യായാമം ചെയ്ത് അതിനുശേഷം നമുക്ക് ഒരു അറിവ് നേടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മാറ്റി വെച്ച് കുളി കഴിഞ്ഞ് ജോലിക്ക് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലേക്ക്, വ്യവസായ സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടും. ഇതുപോലെ തന്നെ അന്യ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ
ഹോം സിക്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പലർക്കും അറിയാം കേട്ടോ. അത് ഞാൻ പറയുന്നത് എനിക്ക് മാത്രം അറിയണ കാര്യങ്ങളല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരും കേൾക്കാൻ നിൽക്കാത്തതിൻ്റെ ഒരു വിഷമം കൊണ്ട് ഞാൻ അത് വീഡിയോ എടുക്കണു. ആ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും പബ്ലിഷ് ചെയ്യണം. അത്ര വിചാരിച്ചാൽ മതി. നമുക്ക് ഒരുപാട് അനുഭവ കഥകൾ പറയാനുണ്ട്. ആ അനുഭവ കഥകൾ ഒരു മോട്ടിവേഷൻ രീതിയിൽ പറയണമെങ്കിൽ സ്വയം രക്ഷപ്പെടണം. സ്വയം രക്ഷപ്പെടാത്ത ഒരാൾ മോട്ടിവേഷൻ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അത് ഞാൻ വീണ്ടും വരികയാണ്. ഈ ഹോം സിക്നെസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഹോം സിക്നെസ് മാറും. അതല്ല, ചിലവർക്ക് 1 മാസം എടുക്കും, ചിലവർക്ക് 2 മാസം 3 മാസം എടുക്കും. അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരാൻ പറ്റില്ലല്ലോ. ആദ്യം ചെന്നുകൊണ്ട് അവർ പാസ്പോർട്ടും മേടിച്ചേക്കും. അപ്പോൾ പാസ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം പരമാവധി അവിടെ പിടിച്ചേക്കാൻ